നമ്മൾ ജനിച്ച് വളർന്ന സ്വന്തം വീടെന്ന് പറയുന്നത് പെൺകുട്ടികൾക്കൊരു പ്രത്യേക ഫീലായിരിക്കും, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക്. ഈ കാണുന്ന പാറകൾ കണ്ടോ, ഈ വിറകിരിക്കുന്നയാളിൽ ഇതിനൊരു കഥയുണ്ട് കേട്ടോ. ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ വീട് പണി നടക്കുന്നത്. അന്ന് വീട് പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പാറയള്ളിലേക്കായിരുന്നു താമസം മാറിയത്. ഈ പാറയള്ള് ഇന്ന് കാണുന്ന പോലെ അങ്ങനെ ആ റോഡ് പോകുന്നത് കണ്ടില്ലേ, കോൺക്രീറ്റ് റോഡ്, ആ റോഡ് അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ ഒരു ചെറിയ മൺവഴിയായിരുന്നു. അപ്പോൾ തിട്ടിൽ കുറച്ചും കൂടെ പൊങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ആ പാറയള്ള് വലിയൊരു റൂഫ് പോലെ നിൽക്കുമായിരുന്നു. നമ്മൾ അതിൻ്റെ സൈഡ് മറച്ചിട്ട് അതിനകത്തായിരുന്നു 1 മാസത്തോളം താമസിച്ചത്. അങ്ങനെ ഒരു കഥ ആ പാറയള്ളിനുണ്ട് കേട്ടോ. സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കുക, ചുറ്റും പുറമൊക്കെ എന്തൊക്കെ പുതിയ സാധനങ്ങളുണ്ടെന്ന് നോക്കുക, പിന്നെ അമ്മയുടെ കുപ്പായം എടുത്തിടുക. ഇതൊക്കെ പെൺപിള്ളേരുടെ ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ കേട്ടോ, ഒരിക്കലും എൻ്റെ വീട്ടിൽ പോയാൽ എൻ്റെ ഡ്രസ്സും കൊണ്ട് പോകാറില്ല. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. 10 വർഷങ്ങൾ കൊണ്ട് എൻ്റെ വീടിൻ്റെ സാഹചര്യത്തിനും വീട്ടിലെ ആൾക്കാർക്കും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലെ അംഗസംഖ്യ കൂടിയിട്ടുണ്ട്, ഒക്കെ മാറ്റങ്ങളാണ്. പണ്ട് വീട് ഓട് വീടായിരുന്നു, ഇപ്പം അത് മാറ്റി റൂഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീട്ടിലും വീട്ടുകാർക്കും വീടിൻ്റെ ചുറ്റുപാടിനും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പം ഒരു നൊസ്റ്റാൾജിക് ഫീലുണ്ട്. പണ്ട് രാവിലെ 5 മണിക്ക് പള്ളിയിൽ നിന്ന് കേൾക്കുന്ന പാട്ടും, പിന്നെ രാവിലെ എണീറ്റ് ഒരു ജോലിയും ചെയ്യാതെ കറങ്ങി തിരിഞ്ഞ് നടന്നേച്ച് സമയമാകുമ്പോൾ തല്ലിപ്പിടച്ച് കുളിച്ച് ഒരുങ്ങി ഓടി ചെന്ന് ബസ് പിടിച്ച് കോളേജിൽ പോകുന്നതും ഒക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ വീട് മുഴുവൻ ഒരു വള്ളിക്കൂടിലാണ് കേട്ടോ. പണ്ടെപ്പോഴും അമ്മയ്ക്ക് ഷുഗർ വന്ന സമയത്ത് പാഷൻ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ മാറുമെന്ന് ആരോ പറഞ്ഞൊരു തൈ കൊണ്ടുവച്ച് അങ്ങനെ വളർന്ന് ഇപ്പം കണ്ട മരത്തേലും പ്ലാവേലും ആത്തേലും എല്ലാത്തേലും പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി മാത്രമേ കാണാനുള്ളൂ. പണ്ട് എവിടെ പോയാലും എനിക്ക് എൻ്റെ വീട്ടിൽ തിരിച്ചു വരാതെ സമാധാനം ഉണ്ടാവത്തില്ലായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളെ വീട്ടിൽ മാത്രമേ നല്ല കാലാവസ്ഥയുള്ളൂ എന്ന്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാലാണെങ്കിൽ പോലും ഭയങ്കര ചൂടും ആവിയാണ്. ഞങ്ങളുടെ വീടിന് ചുറ്റും മരങ്ങളും ഏലവും ഒക്കെ ആയതുകൊണ്ട്, പിന്നെ പണ്ട് വീട്ടിൽ ഓടായിരുന്നു ഇട്ടുന്നത്, അതുകൊണ്ട് വന്നിരുന്ന നല്ല കൂളിങ്ങാണ്. എവിടെ പോയിട്ട് വന്നാലും വന്ന് ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് കുടിച്ചിട്ട് സിറ്റ് ഔട്ടിലേക്ക് കാലും നീട്ടിയൊരു ഇരിപ്പുണ്ട്. ആ ഇരിപ്പിൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്. പണ്ട് ആവി എടുത്ത് കയറി വരുമ്പം ഈ സിറ്റ് ഔട്ടിൻ്റെ അരഫ്രൈസിൽ ഇതുപോലെ മുഖം കൊണ്ട് വെക്കുമായിരുന്നു, നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയായിട്ട്. അങ്ങനെ കുറച്ച് നേരം നൊസ്റ്റാൾജിയൊക്കെ ആയവർക്ക് ഈ കാലുമേ കാലും കയറ്റി വെച്ച് ചുറ്റുമുള്ള മരവും എല്ലാം കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. വിശന്നിട്ടുണ്ടെങ്കിൽ പെരയ്ക്കകത്തൊന്നും കണ്ടില്ലെങ്കിൽ പോലും ഞങ്ങളുടെ വീട്ടിലും പറമ്പിലും ചുറ്റും പുറം ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വിശപ്പടക്കാനുള്ള എല്ലാ സംഗതികളും പണ്ടും ഇന്നും കിട്ടും. മക്കളെ വിളിക്കാൻ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ. അങ്ങനെ പോയിട്ട് വരുന്ന വഴിക്ക് വേണ്ട ഒരു പനിനീർ ചാമ്പങ്ങ നമ്മൾ വരുന്ന വഴിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പനിനീർ ചാമ്പങ്ങയും കിട്ടി. അതും പെറുക്കി ഞങ്ങളിങ്ങ് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ നിന്ന് പോന്നാൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഒരു ലഗേജ് കാണും.